പ്രവിധാനം ഫൊറോന പള്ളിയുടെ വിശുദ്ധ മിഖായേൽ മാലാഖയുടെയും വിശുദ്ധ അഗസ്തീനോസിന്റെയും തിരുനാൾ ആഘോഷപൂർവം ഈ മാസം 14, 15, 16, 17 തീയതികളിൽ നടത്തപ്പെടുകയാണ്. 1773 കാലഘട്ടങ്ങളിൽ വിശുദ്ധ മിഖായേൽ മാലാഖയുടെ രൂപം ഇറ്റലിയിൽ നിന്നും കപ്പലിൽ കൊണ്ടുവന്ന് കുറിയിട്ട് എടുത്തു എന്നാണ് ഐതിഹ്യം. 14-ാം തീയതി വൈകുന്നേരം 4:30 പാലാ രൂപതയുടെ ബഹുമാനപ്പെട്ട റവറൻ ഫാദർ ജോസഫ് ചക്കാലക്കൽ അച്ഛൻ കൊടി ഉയർത്തുന്നതോടെ തിരുനാൾ കർമ്മം ആരംഭിക്കുകയാണ്. അന്നേ ദിവസം മത സൗഹാർദ്ദത്തിന്റെ ഭാഗമായി അന്തിനാട് മഹാദേവ ക്ഷേത്രത്തിലെ ഭാരവാഹികൾ മുത്തുകൊടുകൾ കൊടുത്ത് മത ഐക്യം പ്രഖ്യാപിക്കുന്നതാണ്. അതോടൊപ്പം പ്രവിധാനത്തിനെ സംബന്ധിച്ച് പറഞ്ഞാൽ പ്രവിധാനം സാംസ്കാരികമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും സാമ്പത്തികപരമായിട്ടും വളരെ ഉന്നമനം നേടി നിൽക്കുന്ന ഒരു ഭൂപ്രദേശമാണ്. വളരെ മത ഐക്യത്തിൽ മുന്നോട്ട് പോകുന്ന പ്രവിധാനം ഇടവക മത ഐക്യത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു വികാരിച്ചനാണ് ഞങ്ങൾക്കുള്ളത്. റവറൻ ഫാദർ ജോർജ് വേളുപ്പറമ്പിൽ അച്ഛൻ. അച്ഛനെ സംബന്ധിച്ച് ബഹുമുഖ പ്രതിഭയാണ്. അദ്ദേഹം പ്രവിധാനത്തിന്റെ മുഖഛായ തന്നെ മാറ്റിയിട്ടുണ്ട്. കാരണം അദ്ദേഹം പള്ളി പൊളിച്ചു പണിയുകയോ പാരിഷ് ഹാൾ പൊളിച്ചു പണിയുകയോ സ്കൂളുകൾ പൊളിച്ചു പണിയുകയോ ചെയ്തിട്ടില്ല. അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണത്തിൽ പ്രവിധാനത്തിന്റെ മുഖഛായ മാറ്റി വികസിതത്തിന്റെ ഒരു പാത പ്രവിധാനത്ത് എത്തിച്ചിട്ടുണ്ട്. അഭിമന്യ പാലാ പിതാവ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവ് പ്രവിധാനം ഇടവയ്ക്ക് വിട്ടുതന്ന ഒരു പവിഴമുത്താണ്, വികസനത്തിന്റെ പവിഴമുത്താണ് വികാരിച്ചൻ എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലും സഹവികാരി ആൻഡ്രു കൊല്ലിയിൽ അച്ഛന്റെ നേതൃത്വത്തിലും ആണ് പെരുന്നാൾ തിരുക്കർമ്മങ്ങൾ നടക്കുക. കൈക്കാരന്മാരായി ജോണി പൈക്കാട്ടും ജിമ്മിച്ചൻ ചന്ദ്രൻകുന്നേലും ജോസഫ് വെള്ളപ്പള്ളിയിലും മാത്യു പുതിയടവും കൈക്കാരന്മാരായി പ്രവർത്തിക്കുന്നു. അതോടൊപ്പം മിഖായേൽ മാലാഖയുടെയും അഗസ്തീനോസ് പുണ്യവാന്റെയും തിരുനാൾ ഞങ്ങൾ 18 പേരാണ് ഏറ്റെടുത്ത് നടത്തുക. 18 പേരെ സംബന്ധിച്ച് ഒരാൾ പ്രസേന്തിക്ക് സൈഡിൽ നിൽക്കുന്ന 2 പേര് പ്രിപ്പയർമാരായും ശിശോധർമാരുമായും തെരഞ്ഞെടുത്ത് ബാക്കി 14 പേര് വരുന്ന സ്ഥാനാർത്ഥികൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ആണ്. ഇവരാണ് ഈ വർഷത്തെ തിരുനാൾ നടത്തുക. തിരുനാളിനോടനുബന്ധിച്ചുള്ള ശനിയാഴ്ച വിശുദ്ധ കൊച്ചുത്രേസ്യ പുണ്യാളതയുടെ കപ്പേളയിൽ നിന്നും തിരുഹൃദയ ദേവാലയത്തിൽ നിന്നുമുള്ള പ്രദക്ഷിണ സംഗമം പ്രവിധാനം ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നടത്തപ്പെടുന്നതാണ്. അതിനുശേഷം ചെണ്ടമേളവും ബാൻഡ് മേളവും ഉണ്ടായിരിക്കും. അതിനുശേഷം പ്രധാന തിരുനാളായ ഞായറാഴ്ച 16-ാം തീയതി ഞായറാഴ്ച നടത്തുന്ന പ്രധാന രാവിലെ 5:30 വിശുദ്ധ കുർബാനയും അതിനുശേഷം 7 മണിക്ക് ആഘോഷമായ കുർബാനയും ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞിട്ടാണ് തിരുനാൾ തിരുനാൾ കുർബാന നടക്കുക. ബഹുമാനപ്പെട്ട 4 അച്ഛന്മാരാണ് റാസ കുർബാനയ്ക്ക് നേതൃത്വം വഹിക്കുന്നത്. റവറൻ ഫാദർ സ്കറിയ മലമാക്കൽ, റവറൻ ഫാദർ കുര്യാക്കോസ് പട്ടക്കുന്നേൽ, റവറൻ ഫാദർ ജോസഫ് പുരയിടത്തിൽ, റവറൻ ഫാദർ ആശിഷ് കീരഞ്ചിറ എന്നിവരാണ് അതിന് നേതൃത്വം വഹിക്കുക. അതിനുശേഷം തിരുനാൾ സന്ദേശം നൽകുക ബഹുമാനപ്പെട്ട പാലാ രൂപതയുടെ കോപ്പറേറ്റീവ് സെക്രട്ടറി റവറൻ ഫാദർ ജോർജ് പുല്ലുകാലയിലാണ്. അതിനുശേഷം പള്ളിക്ക് ചുറ്റും പ്രദക്ഷിണമുണ്ട്. അതിനുശേഷമാണ് ആഘോഷമായ വൈകിട്ടത്തെ 5 മണിക്കത്തെ കുർബാന പ്രവിധാനം ഇടവകക്കാരനായ റവറൻ ഫാദർ തോമസ് വടക്കേക്കുന്നേൽ നയിക്കും. അതിനുശേഷമാണ് ഗാനമേള. സ്വാദിഷ്ട സമ്പൂർണമായ സംഗീത വിരുന്ന് പാലാ കമ്മ്യൂണിക്കേഷന്റെ നടത്തുന്നുണ്ട്. അതോടൊപ്പം സുപ്രസിദ്ധ പിന്നണി ഗായിക ദുർഗാ വിശ്വനാഥൻ പങ്കെടുക്കുന്ന ഗാനമേളയാണ് നടക്കുക. ഈ തിരുനാളിനോടനുബന്ധമായിട്ട് 10 ദിവസത്തെ നവനാൾ നൊവേനയുണ്ട്. അത് നവംബർ 5-ാം തീയതി ബുധനാഴ്ച തുടങ്ങി ഇന്ന് 13-ാം തീയതി വ്യാഴാഴ്ച തീരും. എല്ലാ ദിവസവും 5 മണിക്ക് കുർബാനയും വിശുദ്ധ കുർബാനയും നൊവേനയും ഉണ്ടായിരിക്കുന്നതാണ്. 10 ദിവസത്തെ നൊവേന ഏറ്റെടുത്ത് നടത്താൻ ഇടവകക്കാരായ എല്ലാ ഇടവകക്കാരും ഇതിനകത്ത് പങ്കെടുക്കുന്നതാണ്. 400 മേളിൽ ഇപ്പോൾ
ഏറ്റെടുത്ത ആൾക്കാർ നടത്തി കഴിഞ്ഞു, കുടുംബങ്ങൾ ഏറ്റെടുത്ത് നടത്തി കഴിഞ്ഞു. വളരെ ഭംഗിയായിട്ട് പോകുന്ന ഒരു തിരുനാളാണ്.